ഫസ്റ്റ് നമുക്ക് ഈ സ്ത്രീ പറയുന്നത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി പറയാം. ഇന്ത്യക്കാർ, മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതാ 2 മണിക്കൂർ നിർണായകം, എന്തും സംഭവിക്കാം പശ്ചിമേഷ്യയിൽ എന്നതാണ് ഏറ്റവും ഒടുവിലായി വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ്. സായികുമാർ, അത് തന്നെയാണ് സാഹചര്യം. എന്ത് സംഭവിക്കുന്നു? ഓരോ നിമിഷത്തിലും എവിടെയൊക്കെ മിസൈലുകൾ വരുന്നു, എവിടെയൊക്കെ ബോംബ് പൊട്ടുന്നു. ഇനി പറയാൻ വരട്ടെ, നിങ്ങൾ ആ ബിൽഡിങ്ങുകൾ ശ്രദ്ധിച്ചോ? അതുപോലെ ബസ് ശ്രദ്ധിച്ചു. ഇത് എവിടെയാണ് ലൊക്കേഷൻ? എല്ലാവർക്കും ആ ബിൽഡിങ്ങും ബസ്സും മാത്രം നോക്കിയാൽ മതി, എല്ലാവർക്കും അറിയാം ഇത് എവിടെയാണ് സ്ഥലം, ഏതാണ് ലൊക്കേഷൻ എന്ന്. അവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200+ നാഷണാലിറ്റീസ് ഉള്ള ഒരു കൺട്രി, അതിൽ 88%, 88% എക്സ്പാട്രിയേറ്റ് ഉള്ള ഒരു രാജ്യം. അവർക്ക് ഇതൊക്കെ എന്ത്? ഒരു ഡ്രോൺ പോകുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാലോ? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ വാർത്തയിൽ വന്നിട്ട് അടുത്ത 2 മണിക്കൂറിൽ എന്തും സംഭവിക്കാം, ഇന്ത്യക്കാർക്ക് എന്തും സംഭവിക്കാം, അടുത്ത 2 മണിക്കൂർ വളരെ നിർണായകം.